ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവാണ്. അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, പെർമനന്റ് ടിഷ്യൂസ്, അതൊക്കെ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. കുറച്ച് വലിയ ടോപ്പിക്കാണ്, പറ്റുന്ന അത്രയും നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. വളരെ മെല്ലെ പോകുന്നുള്ളൂ, വളരെ വ്യക്തമായിട്ട് ഓരോരോ പോർഷനും മെല്ലെ വളരെ സാവധാനം മാത്രമേ നമ്മൾ എടുത്തു പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അതിനു മുൻപായിട്ട് നമുക്ക് ഈ ടോപ്പിക്, അതായത് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോർഫോളജി പഠിച്ചു. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതെ, മോർഫോളജി എന്ന് പറയുന്നത് എന്താണ്, പുറമേയുള്ള ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഒരു പ്ലാന്റിന്റെ പുറമേയുള്ള മാത്രം കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് പുറമെ എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെയാണ് മോർഫോളജിയിൽ വരിക. പക്ഷെ അനാട്ടമി എന്ന് പറയുമ്പോൾ ഇന്ന ബോഡിയിലുള്ള, നമുക്കറിയാം മെഡിസിൻ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അനാട്ടമി ചെയ്യുന്നുണ്ട് അല്ലെ, അനാട്ടമി പഠിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മളുടെ ശരീരത്തിന് ഉള്ളിലെ കാര്യങ്ങളല്ലേ അനാട്ടമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഉള്ളിലും കുറെ കാര്യങ്ങൾ, ഓർഗൻസ്, അതിലും കുറെ ഓർഗൻസ് ഉണ്ട് അതിന്, അതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് തന്നെ നിങ്ങൾക്ക് കാണാം, സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ സ്റ്റഡി ആണ് എന്ത്, അനാട്ടമി എന്ന് പറയുന്നത്. Plants have cells as the basic unit. Cells are organized into tissue, and in turn the tissues are organized into organ. Different organ in a plant show difference in their internal structure. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ നമുക്കറിയാം സെൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അപ്പൊ ഒരു നമ്മുടെ എന്താ ലൈഫിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ മനുഷ്യനിൽ മാത്രമല്ല അല്ലെ, പ്ലാന്റ്സിലും എന്തുണ്ട്, സെല്ലുകൾ ഉണ്ട്. ഈ സെല്ലുകൾ കൂടിച്ചേർന്ന് നമ്മുടെ മനുഷ്യനിലെ പോലെ തന്നെ എന്താ സംഭവിക്കുന്നത്, സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയൊക്കെ, നിങ്ങൾ പഠിക്കുന്നുണ്ട്, 8th പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ചും കൂടി വലിയ ക്ലാസ് ആയതുകൊണ്ട് കുറച്ചും കൂടി അത് ഡിഫൈൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ സെൽ എന്ന് പറയുന്നത് ടിഷ്യൂ ആകുന്നു, ടിഷ്യൂസ് ഓർഗൻ ആകുന്നു. അപ്പൊ അങ്ങനെയുള്ള പലതരം പ്ലാന്റ്സിലുള്ള ഓർഗൻസിൽ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു സെക്ഷൻ എടുക്കുകയാണ്, എന്നിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മോണോകോട്ടിന്റെ വേറെ ഡിഫറൻസ് കാണാം, അതിൽ വ്യത്യാസമായിരിക്കും അതിന്റെ ഉള്ളിൽ ഇന്റേണൽ സ്ട്രക്ചർ. ഡൈക്കോട്ടിന്റെ ഡിഫറെന്റ് ആയിരിക്കും, അതേപോലെ തന്നെ അത് റൂട്ടിലും സ്റ്റെമ്മിലും വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ആൻജിയോസ്പേമില്, ആൻജിയോസ്പേം എന്ന് പറയുന്നത് എന്താ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് അടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. അതില് മോണോകോട്ടിലും ഡൈക്കോട്ടിലും എന്താണ് അനാട്ടമിക്കലി, അതായത് ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസം ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. മോണോകോട്ടിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് ഇന്റേണൽ സ്ട്രക്ചറിൽ, ഡൈക്കോട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതിന്റെ ഡിഫറൻസ് ഒക്കെ പിക്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക, മോണോകോട്ടിലും അതേപോലെ തന്നെ ഡൈക്കോട്ടിലും എന്താണ്, അതില് ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറയുന്നത് രണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഇന്റേണൽ സ്ട്രക്ചർ ഓൾസോ ഷോ അഡാപ്റ്റേഷൻ ടു ഡൈവേഴ്സ് എൻവിറോൺമെന്റ്. അതായത് എൻവിറോൺമെന്റിനനുസരിച്ച് അതിന്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇവല്യൂഷൻ പോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ ഇവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പുറമെയുള്ള വ്യത്യാസം, എൻവിറോൺമെന്റ് മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും കാലാന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനായത് എന്ന് പറയാറില്ലേ. സെയിം അതേപോലെ തന്നെ പുറമെ എൻവിറോൺമെന്റിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് ബോഡിയിലും അതിന്റെ ഉള്ളിലെ ഇന്റേണൽ സ്ട്രക്ചറിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
അപ്പൊ അത്രമാത്രം ഓർത്തു വെച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ്. ഇനി നമുക്ക് കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പറ്റിയിട്ട് എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നുള്ളത് നോക്കാം. ഓക്കെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്ലാന്റ്സില് ഗ്രോത്ത് എന്ന് പറയുന്നത് ചില റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലാന്റ്സിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഷൂട്ടിന്റെ ടിപ്പില്, അതായത് സ്റ്റെമ്മിന്റെ ഏറ്റവും ടിപ്പിലായിട്ട് അറ്റത്തായിട്ടും അതുപോലെ റൂട്ടിന്റെ ഏറ്റവും അറ്റത്ത്, ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ പഠിക്കും എന്തൊക്കെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, എത്ര തരമുണ്ട് എന്നൊക്കെ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പോ റൂട്ടിന്റെ അറ്റത്തും ഷൂട്ടിന്റെ അറ്റത്തുമാണ് എന്ത് മെരിസ്റ്റംസ് ഉണ്ടാവുക. അവിടെയാണ് ആക്റ്റീവായിട്ട് എന്ത് സംഭവിക്കുന്നത്, സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെല്ല് നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നത്. ഓക്കെ, അപ്പൊ എത്ര തരം, എന്തൊക്കെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എത്ര തരമുണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മള് മെരിസ്റ്റത്തിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പൊസിഷൻ ബേസ് ചെയ്തിട്ട്, അതിന്റെ സ്ഥാനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെരിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ 2 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ, രണ്ടാമത്തെ ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ്. പൊസിഷൻ നോക്കാം. ബേസ്ഡ് ഓൺ പൊസിഷൻ എത്രയാണുള്ളത്, 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ പൊസിഷൻ, അതിന് സ്ഥാനം വെച്ചിട്ട് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചിത്രം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് വ്യക്തമായിട്ട് അത് മനസ്സിലാവും. അതിനു വേണ്ടിയാണ്. ഓക്കെ, എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ടിപ്പിലാണ് അല്ലെ, നോക്കിയാൽ മനസ്സിലാവും. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് ടിപ്പിലാണ്. ഇതൊരു ഷൂട്ടാണ് കാണിച്ചിരിക്കുന്നത്, ഒരു സ്റ്റെം ആണ് കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റെമ്മിന്റെ ഏറ്റവും അറ്റത്താണ് എപ്പിക്കൽ മെരിസ്റ്റം ഉള്ളത്. അടുത്തത് ഇന്റർകാലറി മെരിസ്റ്റം. ഇന്റർകാലറി മെരിസ്റ്റം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് നോഡുകളുടെ ഇടയിലാണ്. അതായത് നോഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണ്, ലീവ്സ് വരുന്ന സ്ഥലമാണല്ലോ നോഡ്. അതായത് ഇവിടെ ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചോ എന്തെങ്കിലും ഉണ്ടാവും. ഇത് നോഡാണ്, ഇവിടെ ഒരു ലീഫ് ആയിരിക്കാം പിന്നീട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ 2 നോഡുകളുടെ ഇടയിലായിട്ടാണ് എന്തുള്ളത്, ഇന്റർകാലറി മെരിസ്റ്റം ഉള്ളത്. 2 നോഡുകളുടെ ഇടയിലാണ് ഇന്റർകാലറി മെരിസ്റ്റം. അടുത്തത് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം
നോക്കിക്കോ, ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ പ്രത്യേകത സൈഡിലായിട്ടാണ്. കണ്ടോ, സൈഡിലായിട്ടാണ്, ഈ രണ്ട് സൈഡിലായിട്ടാണ് ലാറ്ററൽ മെരിസ്റ്റം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? ബേസ്ഡ് ഓൺ പൊസിഷൻ. പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നിങ്ങൾ പൊസിഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഒറിജിൻ നമ്മൾ പറയുന്നുണ്ട്, പ്രൈമറി മെരിസ്റ്റം എന്താണെന്നും സെക്കൻഡറി മെരിസ്റ്റം എന്താണെന്നും ഇതിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പൊസിഷൻ ബേസ് ചെയ്തിട്ട് ഒന്നും കൂടി ആ സെന്റൻസ് നോക്കാം. എപ്പിക്കൽ മെരിസ്റ്റം, the meristem which occur at the tips of root and shoot and produce primary tissues are called apical meristem. റൂട്ടിന്റെയും ഷൂട്ടിന്റെയും ടിപ്പില് അറ്റത്ത് കാണപ്പെടുന്ന പ്രൈമറി ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെരിസ്റ്റത്തിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയാം. നമ്മൾ ആ ചിത്രം കാണിച്ചപ്പോൾ തന്നെ നമ്മൾ എവിടെയാണ് കണ്ടത് എപ്പിക്കൽ മെരിസ്റ്റം? ടിപ്പിലല്ലേ? ഷൂട്ടിന്റെയോ അല്ലെങ്കിൽ റൂട്ടിന്റെയോ ടിപ്പിലാണ് കാണപ്പെടുക. അങ്ങനെയുള്ള മെരിസ്റ്റമാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. 2 ടൈപ്പ് ഓഫ് എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. റൂട്ടിന്റെ ടിപ്പിൽ കാണുന്നത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയുന്നു. ഷൂട്ടിന്റെ ടിപ്പിൽ കാണുന്നത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും. അതാണ്, അങ്ങനെ 2 ടൈപ്പ് ആയിട്ടാണ് എപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ പറയുക. അപ്പൊ ബേസ്ഡ് ഓൺ പൊസിഷൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ is divided into epical meristem, intercalary meristem and lateral meristem. അതിൽ ആദ്യം നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം എന്താണെന്ന് നോക്കി. ഇനി intercalary meristem. Intercalary meristem എന്ന് പറയുന്നത് the meristem which occur between mature tissues. Mature tissues എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്ലാസ്സിൽ കുറെ എടുത്തു പോകുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡറി ഫ്ലോയം, സെക്കൻഡറി സൈലം ഇതിനെയൊക്കെ പറ്റി പഠിക്കും. അതൊക്കെയാണ് മെച്യൂർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെച്യൂർ ടിഷ്യൂ, ഇപ്പൊ നിങ്ങൾ മെച്യൂർ ടിഷ്യൂസ് എന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഈ ചാപ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഇത് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മെച്യൂർ ടിഷ്യൂസ് ഓർത്ത് വെക്കുക. മെച്യൂർ ടിഷ്യൂസിന്റെ ഇടയിലായി കാണപ്പെടുന്ന ഒരു മെരിസ്റ്റമാണ് എന്ത്? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടില്ലേ, ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? 2 നോഡുകളുടെ ഇടയിലാണ് അല്ലെ ഇന്റർകാലറി മെരിസ്റ്റം കണ്ടത്. എക്സാമ്പിൾ നമുക്ക് മുളയൊക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ മുള എടുക്കുകയാണെന്ന് വെക്കാം. ഇതാ, ഇതിപ്പോ ഒരു മുളയായിട്ട് സങ്കല്പിക്കുക. ഇത് മുളയിൽ 2 ലീഫ് വരുന്ന സ്ഥലം, അതായത് നോഡുകളാണെന്ന് വിചാരിക്കുക. അപ്പൊ എവിടെയായിരിക്കും ഇന്റർകാലറി മെരിസ്റ്റം? എവിടെയായിരിക്കും? ഈ വരയ്ക്കുന്ന യെല്ലോ ലൈൻസ്, ഇതാണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഗ്രാസസിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രേസിംഗ് ഹെർബിവോർസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? കൗ, ഗോട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ പശു അതുപോലെ ആടൊക്കെ മേയുന്ന സമയത്ത് എന്താണ് അതിന്റെ വളരെ അറ്റം എന്തെങ്കിലും കടിക്കൂലെ പുല്ലുകളുടെയൊക്കെ, ആ സമയത്ത് അത് വീണ്ടും വളരാൻ സഹായിക്കുന്നത് ഈ ഇന്റർകാലറി മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് വളരില്ല, അതിന് ടിപ്പ് പിന്നെ അത് വളർന്ന് വീണ്ടും റീജനറേറ്റ് ചെയ്യില്ല. അപ്പൊ ആ ഭാഗങ്ങളിലും എന്തുണ്ട്? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ട്. അടുത്തത് ലാറ്ററൽ മെരിസ്റ്റം ആണ്. ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് പ്ലാന്റ് ഓർഗന്റെ സൈഡിലാണ്. സൈഡിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വരയ്ക്കാം. ഇങ്ങനെയാണ്, ഇതൊരു ഷൂട്ടാണെങ്കിൽ അതിന്റെ സൈഡിലായിട്ട്, അതിന്റെ ഉണ്ടോ ഇങ്ങനെ സൈഡിൽ, ഈ 2 സൈഡിൽ, ഇതാണ് ഈ വരയ്ക്കുന്ന യെല്ലോ ലൈൻസ്, വരയ്ക്കുന്നതാണ് എന്ത്? ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് സെല്ലുകള് ഇങ്ങോട്ടും ഉണ്ടാക്കും, ഇങ്ങോട്ടും ഉണ്ടാക്കും, ഇങ്ങോട്ടും
അങ്ങോട്ടും. രണ്ട് സൈഡിലേക്കും സെല്ലുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? രണ്ട് സൈഡിലേക്കും ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട്, അതിന്റെ ഇടയിലായിട്ട് വേറെ കളർ യൂസ് ചെയ്യും. റെഡ് എടുത്തു. ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. ഇതാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇത് ഇങ്ങോട്ടും സെല്ലുകൾ ഉണ്ടാക്കുന്നു, ഇങ്ങോട്ടും സെല്ലുകൾ വെളിയിലേക്കും ഉണ്ടാക്കുന്നു, ഉള്ളിലേക്കും വെളിയിലേക്കും സെല്ലുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതായത് സ്റ്റെമ്മിന്റെ കട്ടി കൂടും അല്ലെ? സ്റ്റെമ്മിന്റെ കട്ടി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ലാറ്ററൽ മെരിസ്റ്റത്തിന് വേറൊരു പേരുണ്ട്, സെക്കൻഡറി മെരിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്. കാരണം സെക്കൻഡറി ഗ്രോത്തിന് അല്ലെങ്കിൽ സെക്കൻഡറി ടിഷ്യൂസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൈമറി എന്ന് പറഞ്ഞ തുടക്കമാണ്. അതായത് യങ് ആയിട്ടുള്ള പ്ലാന്റ് വളരുന്ന സമയത്ത്, യങ് ആയിരിക്കുന്ന സമയത്ത്, പ്ലാന്റ് വളരെ യങ് ആയിരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ടിഷ്യൂസ് ഒക്കെ പ്രൈമറി ടിഷ്യൂസ് ആയിരിക്കും. പക്ഷെ കുറച്ച് പ്രായമാകുമല്ലോ, പ്ലാന്റിനും കുറച്ച് പ്രായമൊക്കെ ആവുമല്ലോ നമ്മളെ പോലെ തന്നെ. അപ്പൊ പ്ലാന്റ് കുറച്ച് വളർന്ന് വലുതൊക്കെ ആവുന്ന സമയത്ത് അതിൽ പിന്നീട് ഉണ്ടാവുന്ന ടിഷ്യൂസ് എന്താണ്? പ്രൈമറി ടിഷ്യൂസ് ഒക്കെ മാറി സെക്കൻഡറി ടിഷ്യൂസ് ആയി മാറും. സെക്കൻഡറി ഗ്രോത്ത് നടക്കും. അതായത് മരമൊക്കെ ആയിട്ട് മാറുന്ന ഒരു ചെടി മാറി മാറി വലുതായി വലുതായി ഇതൊരു മരമായി മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ ആ സെക്കൻഡറി ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അതുകൊണ്ട് തന്നെ വേറൊരു പേരും കൂടിയുണ്ട്. ലാറ്ററൽ മെരിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി മെരിസ്റ്റം. അത് മാത്രമല്ല അതിനെ സിലിണ്ടറിക്കൽ മെരിസ്റ്റം എന്നും പറയും. ഇതിനെ സിലിണ്ടറിക്കൽ മെരിസ്റ്റം എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. സോ മെരിസ്റ്റംസ് പ്രസന്റ് അറ്റ് ദ സൈഡ് ഓഫ് ദ പ്ലാന്റ് ഓർഗൻ ആർ കാൾഡ് ലാറ്ററൽ മെരിസ്റ്റം. എക്സാമ്പിൾ ആണ് ഫെസിക്കുലർ ക്യാമ്പിയം, ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം ആൻഡ് കോർ ക്യാമ്പിയം. അപ്പൊ ഇത് കേട്ടിട്ട് പെട്ടെന്ന് നമ്മൾ കുറച്ച് ടെൻഷനോ, ഇത് എന്തൊക്കെയാണ് ഈ ഫെസിക്കുലർ ക്യാമ്പിയം എന്ന് പറയുന്നത്, എന്താ ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം എന്നൊക്കെയുള്ള ഒരു നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് കേൾക്കുന്ന ഒരാൾക്ക് ഇത് അറിയില്ല. പക്ഷെ നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫെസിക്കുലർ ക്യാമ്പിയം, എന്താണ് ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം എന്നും കോർ ക്യാമ്പിയം എന്നും. ക്യാമ്പിയം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, സൈലം ഫ്ലോയത്തിന്റെ ഇടയിൽ കാണപ്പെടുന്നുണ്ട് ക്യാമ്പിയം. അത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ എക്സാമ്പിൾ പഠിക്കുക. ലാസ്റ്റ് ഈ ചാപ്റ്റർ ഒക്കെ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. സൈഡിലാണ് കാണപ്പെടുക എന്ന് മനസ്സിലായി. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെസിക്കുലർ ക്യാമ്പിയം, ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം, കോ ക്യാമ്പിയം, റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് സെക്കൻഡറി ടിഷ്യൂസ്. നമ്മൾ പറഞ്ഞു സെക്കൻഡറി ടിഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ ലാറ്ററൽ മെരിസ്റ്റം. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ പ്രൈമറി ടിഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെയാണുള്ളത്. പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഏർലി ലൈഫില് അല്ലെ, യങ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ആ സമയത്ത് ഉണ്ടാവുന്ന മെരിസ്റ്റങ്ങളാണ് പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ 3 പൊസിഷൻ അനുസരിച്ച് 3 മെരിസ്റ്റം പഠിച്ചു. എപ്പിക്കൽ, ഇന്റർകാലറി ആൻഡ് ലാറ്ററൽ. അതിൽ ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഒരു മെരിസ്റ്റം ആണ്, ലാറ്ററൽ മെരിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്, സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം എന്ന് അതിനെ അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പ്രൈമറി മെരിസ്റ്റം ബാക്കിയുള്ളത് ഏതാണ്? എപ്പിക്കലും ഇന്റർകാലറിയും. അതാണ് ആക്റ്റീവായിട്ട് ഗ്രോത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റം. ഇന്റർകാലറിയും എപ്പിക്കലും അതൊരു പ്ലാന്റിന്റെ ഏർലി ലൈഫിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ്. യങ് ആയിരിക്കുമ്പോൾ, പ്ലാന്റ്സ് യങ് ആയിരിക്കുമ്പോൾ കാണപ്പെടുന്ന മെരിസ്റ്റമാണ്. അത് പ്രൈമറി പ്ലാന്റ് ബോഡി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൈമറി മെരിസ്റ്റം എന്ന് എപ്പിക്കൽ മെരിസ്റ്റത്തിനെയും ഇന്റർകാലറി മെരിസ്റ്റത്തിനെയും അറിയപ്പെടുന്നു. സെക്കൻഡറി മെരിസ്റ്റം നോക്കാം. സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത് മെച്യൂർ റീജിയനിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, മെച്യൂർ റീജിയനിലാണ്. അത് പ്രൈമറി മെരിസ്റ്റത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം ആൻഡ് കോ ക്യാമ്പിയം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ലാറ്ററൽ മെരിസ്റ്റത്തിന് പഠിച്ചു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് സെക്കൻഡറി ടിഷ്യൂസിന് കാരണമാകുന്ന
സെക്കൻഡറി മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി ടിഷ്യൂസിന് കാരണമാകുന്നത്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് നമ്മൾ പഠിച്ചത്. മെരിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. പൊസിഷനും അതിന്റെ ഒറിജിനും അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഓരോന്ന് നമ്മൾ നോക്കി, വിശദമായിട്ട് നോക്കി. ഇനി നമുക്ക് പെർമനന്റ് ടിഷ്യൂസിലേക്ക് പോവാം. ഓക്കെ, പെർമനന്റ് ടിഷ്യൂ നോക്കാം. പെർമനന്റ് ടിഷ്യൂസ് നമ്മൾ എപ്പോഴും പഠിച്ചത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്, അല്ലെ? അപ്പൊ സ്ഥിരമായ ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ അതിന്റെ സെല്ലുകളെല്ലാം ഡിവിഷൻ നിർത്തി അതെല്ലാം ചില ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി അത് സ്പെഷ്യലൈസ് ചെയ്ത് മാറി. അപ്പൊ നോർമലി അത് ഡിവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ടിഷ്യൂസ് ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. അത് ചില ഫങ്ഷൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടിഷ്യൂസിന് പറയുന്നതാണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെല്ലിൽ നിന്നും ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞ എന്താണ്? ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ സെൽസുകൾ ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്നില്ല, ഡിവിഷൻ നിർത്തി എന്നുള്ള അർത്ഥമാണ്. എന്നിട്ടാണ് അത് പെർമനന്റ് ആയി മാറുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ പെർമനന്റ് ടിഷ്യൂസ് എന്താണെന്ന് മനസ്സിലായി. ഈ പെർമനന്റ് ടിഷ്യൂസ് തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ടിഷ്യൂസ് എന്നും കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും രണ്ടായിട്ട് ഇത് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? പെർമനന്റ് ടിഷ്യൂസ് ഡിവൈഡഡ് ഇൻടു സിമ്പിൾ ടിഷ്യൂസ് ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ടിഷ്യൂസ് ആണ്. എന്താണ് സിമ്പിൾ ടിഷ്യൂസ്? സിമ്പിൾ ടിഷ്യൂസിന്റെ ഉള്ളിൽ എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈപ്പ് സെല്ല് മാത്രമേ അതിലുള്ളൂ. ഓൺലി വൺ ടൈപ്പ് ഓഫ് സെൽ. ഒരു ടൈപ്പ് സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ടിഷ്യൂസ്. ഓക്കെ, എക്സാമ്പിൾ ആണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ നോക്കാം. പാരൻകൈമ ഫസ്റ്റത്തെ പോയിന്റ് സ്പിറിക്കൽ ആണ്, ഓവൽ ആണ്, റൗണ്ട് ആണ്. അതിന്റെ ഷേപ്പിനെ പറ്റി പറയുന്നതാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒന്നും അല്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തതൊക്കെ പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. മെയിൻ ആയിട്ട് ഇത് ഡിഫറൻസിയേഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഡിഫറൻസ് ചോദിക്കും. പാരൻകൈമിലുള്ളതും അതുപോലെ സെയിം ആയിട്ട് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടോ, ഡിഫറെന്റ് ഫീച്ചർ ഉണ്ടോ, അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണത്. അപ്പൊ പാരൻകൈമ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പിറിക്കൽ ആണ്, ഓവൽ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം. ഇതിൽ പല ഷേപ്സും വരാം എന്നുള്ളതാണ്. അതിന്റെ വാൾസ് എന്ന് പറയുന്നത് തിന്നാണ്, നേർത്തതാണ് വാൾസ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലിലോസ് കൊണ്ടാണ്. ഓക്കെ, സെല്ലിലോസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ സെല്ലുകൾ തമ്മിൽ എന്താണ്? വളരെ ചെറിയ സ്പേസ്, വളരെ കുഞ്ഞു സ്പേസ് ഉണ്ടാവുള്ളൂ. അതിനാണ് ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. സെല്ലുകൾക്കിടയിലുള്ള സ്പേസ്, അതാണ് ഇന്റർസെല്ലുലാർ സ്പേസ്. ആ സ്പേസുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലതില്. ചിലപ്പോൾ നമുക്കത് ഒട്ടും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ആബ്സെന്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്, സ്റ്റോറേജ് അല്ലെ, ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സെക്രീഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് സെക്രീഷൻ. പാരൻകൈമിന്റെ സെല്ലുകൾ എന്ന് പറയുന്നത് പൊതുവെ ഐസോ ഡയമെട്രിക് ആയിരിക്കും. എന്തായിരിക്കും? ഐസോ ഡയമെട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോ മീൻസ് സെയിം എന്നുള്ള അർത്ഥമാണ്. സെയിം ഡയാമീറ്ററിൽ ഉള്ളവയായിരിക്കും എന്നുള്ളതാണ്. ഷേപ്പ് എന്ന് പറയുന്ന ഏകദേശം എല്ലാം സെയിം ഡയാമീറ്ററിൽ ഉള്ളവ
ആയിരിക്കും എന്നുള്ളതാണ് ഐസോഡയമെട്രിക് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാം ഒരേ വലിപ്പം പോലെ തന്നെയാണ്. ഏകദേശമൊക്കെ എന്താണ് ഐസോഡയമെട്രിക് ആയിട്ടുള്ള ഷേപ്പുകളിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് പാരൻകൈമന്റെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. പാരൻകൈമ എന്ന് പറയുന്നത് കണ്ടോ, ചെറിയ ഇൻട്രസെല്ലുലർ സ്പേസ് എന്താ വളരെ കുറവല്ലേ, കാണുന്ന പോലും ഇല്ല, അതിൽ വളരെ കുറവാണ് ഇൻട്രസെല്ലുലർ സ്പേസ് എന്ന് പറയുന്നത്. ഇതാണ് പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, പാരൻകൈമ. അപ്പൊ പാരൻകൈമ കഴിഞ്ഞു. സ്പിറിക്കൽ ഓവൽ ആണ്, റൗണ്ട് അല്ലെങ്കിൽ പോളിഗ്നൽ ഓർ ഇലോങ്ങേറ്റഡ് ഇൻ ഷേപ്പ് എന്ന് പറഞ്ഞു. വാൾസ് തിൻ ആൻഡ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്നുള്ളത് പറഞ്ഞു. അതൊന്നില്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻട്രസെല്ലുലർ സ്പേസുകൾ, കുഞ്ഞു കുഞ്ഞു സ്പേസുകൾ ചിലപ്പോൾ നമുക്ക് കാണും അതില്. അത് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്, സ്റ്റോറേജ് നടത്തുന്നുണ്ട്, സെക്രീഷൻ അല്ലെ, ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. എല്ലാം ഐസോഡയമെട്രിക് ആണ്. സെല്ലുകളൊക്കെ ഏകദേശം എല്ലാം ഐസോഡയമെട്രിക് ആയിരിക്കും ഉണ്ടാവുക. പാരൻകൈമ മനസ്സിലായി, ഓക്കെ അല്ലേ? ഇനി കോളൻ കൈമ. കോളൻ കൈമ എന്ന് പറയുന്നത് ഡൈക്കോഡ്ലിനസ് പ്ലാന്റ്. ഡൈക്കോഡ്ലിഡൻ എന്നൊക്കെ പറയുമ്പോൾ പീ പ്ലാന്റ് ഒക്കെ ഇല്ലേ, പീ പ്ലാന്റ് പറയാം നമുക്ക്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ എന്താണ്, ഡൈക്കോട്ട് ആണ്. അപ്പൊ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഡൈക്കോഡ്ലിഡൻ എന്ന് പറഞ്ഞ 2 കോഡ്ലിഡനുകൾ ഉള്ള പ്ലാന്റുകളിൽ അതിന്റെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് എപ്പിഡെർമിസ്, ഒരു എപ്പിഡെർമിസ് ഇങ്ങനെ ഇതാണ്, അതായത് നമ്മുടെ തൊലി പോലെ പ്ലാന്റ്സിനും ഒരു സംരക്ഷണ വലയമുണ്ട് അല്ലെ. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനും ഒരു സ്കിൻ ഉണ്ട്, അതിനാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയാം. അപ്പൊ എപ്പിഡെർമിസിന് താഴെയായിട്ട് കാണപ്പെടുന്ന സെല്ലുകളാണ് ഒക്കറിൻ ലെയേഴ്സ് ബിലോ ദി എപ്പിഡെർമിസ് ഇൻ ഡൈക്കോഡ്ലിഡൻ പ്ലാന്റ്. ഇതിന്റെ താഴെ എന്താണ്, കുറെ ഇങ്ങനെ കോളൻ കൈമ കാണാൻ പറ്റും. കോളൻ കൈമ കാണുന്നത് എങ്ങനെയാണ്, കോളൻ കൈമ അതിന്റെ കോർണേഴ്സിൽ മാത്രമായിരിക്കും എന്ത്, കുറച്ച് കട്ടി ഉണ്ടാവുക. കോർണേഴ്സിൽ മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ, കോർണേഴ്സിൽ മാത്രം, ഇങ്ങനെ ഈ ചെറിയ ചെറിയ സ്പേസിൽ കോർണേഴ്സിൽ മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. occurs in layers below the epidermis in dicotyledon plants, consist of cells which are thickened at the corners. നമ്മൾ പറഞ്ഞു കോർണേഴ്സിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തിക്കനിങ് കാണാൻ പറ്റുക. എന്തുകൊണ്ടാണ് തിക്കനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൽ വാളുകൾ പാരൻകൈമിന് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണെന്ന്. അതേപോലെ ഇവിടെ തിക്കനിങ്, കോർണേഴ്സിൽ തിക്കനിങ് ഉണ്ടാവുന്നത് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്ടിൻ എന്ന് പറയുന്നതിന്റെയൊക്കെ ഡെപ്പോസിഷൻ കൊണ്ടാണ്. അത് ഹെമി സെല്ലുലോസ്, സെല്ലുലോസ്, പെക്ടിൻ എന്ന് പറയുന്നതിന്റെ ഒക്കെ ഡെപ്പോസിഷൻ കൊണ്ടാണ് കോർണേഴ്സിൽ തിക്കനിങ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പാരൻകൈമിൽ പറഞ്ഞില്ലേ, ഓവൽ ഉണ്ട്, സ്പിറിക്കൽ ഉണ്ട്, ഇലോങ്ങേറ്റഡ് ഉണ്ട്, പോളിഗ്നൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സെല്ലുകൾ ഇങ്ങനെ പല ഷേപ്സിലും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കോളൻ കൈമയിലും എന്തുണ്ട്, കോളൻ കൈമയിലും സെല്ലുകൾ ഓവലായിരിക്കാം, ചിലപ്പോൾ സ്പിറിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ പോളിഗ്നൽ ആയിരിക്കാം, ചിലപ്പോൾ അതിൽ ക്ലോറോപ്ലാസ്റ്റ്, ചിലപ്പോൾ അതിൽ എന്തുണ്ടാവും, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അത് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അവിടെ സെല്ലുകൾക്ക് എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റുകൾ ചിലപ്പോൾ കാണാം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അല്ലെ. കോളൻ കൈമയിൽ എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട് സെല്ലില്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഫുഡ് എന്ന് പറയുന്നത് അവിടെ സംഭരിക്കാനായിട്ട് ഫോട്ടോസിന്തസിസിൽ സഹായിക്കുന്നത് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇന്റർസെല്ലുലാർ സ്പേസസ് ആർ ആബ്സെന്റ്. ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. പാരൻകൈമി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റർസെല്ലുലാർ സ്പേസ് ചെറുതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇല്ല, ആബ്സെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല, വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് കോളൻ കൈമി ഉണ്ടാവുക. പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് to the growing parts of the plant such as young stem and petiole of a leaf. മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് യങ് സ്റ്റെം ഒക്കെ ആവുന്ന സമയത്ത് അതിന് നേരെ നിൽക്കാനായിട്ട് ഒരു
സപ്പോർട്ട് ഇല്ലെങ്കിൽ അതിന് നേരെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. യങ് സ്റ്റെം ആണ്. അപ്പോ ഇപ്പൊ മരമൊക്കെ ആണെങ്കിൽ എന്താ അത് ഭയങ്കര കട്ടിയുള്ളതാണ്. അതുകൊണ്ട് വളരെ ശക്തിയിൽ നിൽക്കാൻ സാധിക്കും. പക്ഷെ യങ് ആയിട്ടുള്ള സ്റ്റെമൊക്കെ എന്താ വളരെ നേർത്തതാണ് അല്ലേ? അപ്പൊ അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. ആ സപ്പോർട്ടാണ് പോളൻ കൈമ കൊടുക്കുന്നത്. അതേപോലെ ലീവ്സിന്റെ പീറ്റിയോൾ നിങ്ങൾ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നതില് എന്താണ് പീറ്റിയോൾ എന്ന് പറയുന്നത്? ഇതൊരു ലീഫ് ആണെങ്കിൽ ഇത് ലാമിന എന്ന് പറയല്ലേ? ഇതിനെ നമ്മൾ എന്ത് പറയും? ലാമിന. ഇത് ലാമിനയാണ്. ഇതാണ് പീറ്റിയോൾ. ഇതാണ് പീറ്റിയോൾ. അപ്പൊ ഈ പീറ്റിയോൾ, ഈ ലീഫിന്റെ ഈ തണ്ട്, ഇതിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് പറയുക. ഞാൻ ഈ വരയ്ക്കുന്ന ഈ യെല്ലോ കളറോട് കൊടുത്തിരിക്കുന്ന, അല്ലെ വേറെ കളർ എടുക്കാം, റെഡ്. ഇതാണ് പീറ്റിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെക്കാനിക്കൽ സപ്പോർട്ട് എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്? യങ് സ്റ്റെമ്മിന് കൊടുക്കുന്നുണ്ട്, ഒരു ലീഫിന്റെ പീറ്റിയോളിനും കൊടുക്കുന്നുണ്ട്. പോളൻ കൈമ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്താണ്, അത് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല. സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് ഇതൊരു ഡെഡ് സെല്ലാണ്. ഓക്കെ, ഈ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന ഡെഡ് സെല്ലാണ്. ഇതിന്റെ ല്യൂമൻ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. അതിന് സ്പേസ് എന്ന് പറയുന്നത്, സെല്ലിന്റെ ഉള്ളിൽ സ്പേസ് ഇല്ലേ, അത് വളരെ കമ്മിയാണ്. ഓക്കെ, അതാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. വളരെ എന്താ പറയാ, ചുറ്റും, അതിന്റെ സെല്ലിന് ചുറ്റുമായിട്ട് ഡെപ്പോസിഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ വലിപ്പം ചെറുതായി കുറഞ്ഞു അതിന്റെ ല്യൂമൻ എന്ന് പറയുന്നത്, സെല്ലിന്റെ ഉള്ളിൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇതിനും ജോലി എന്താണ്? മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയും ജോലി. നമ്മളിപ്പോ കോളൻ കൈമ കണ്ടല്ലോ, അതേപോലെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് തന്നെയാണ് സ്ക്ലീറൻ കൈമയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ടൈപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പാരൻകൈമ പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു സവിശേഷത, ഒരു ഫീച്ചറും പറഞ്ഞില്ല. അത് ഒരൊറ്റ ടൈപ്പ്. പാരൻകൈമയ്ക്ക് വേറെ ടൈപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിത് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടെ പഠിച്ചിട്ടില്ല. പാരൻകൈമ, അതുപോലെ കോളൻ കൈമ, അതിലൊന്നും കാണാത്ത വേറൊരു ടൈപ്പായിട്ട്, രണ്ട് ടൈപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറേറ്റ്സ് എന്ന് പറയും. എന്താണ് ഫൈബേഴ്സ്, എന്താണ് ഫൈബേഴ്സ് എന്നും എന്താണ് സ്ക്ലീറേറ്റ്സ് എന്നും നമുക്ക് നോക്കാം. ഫൈബേഴ്സ്. ഓക്കെ, ഫൈബേഴ്സ് എന്താണ്? ഫൈബേഴ്സ് എന്ന് നോക്കാം. ഫൈബേഴ്സ് ആർ തിക്ക് വാൾഡ്. ഫൈബേഴ്സ് എന്ന് പറയുന്നത് തിക്ക് വാൾഡ് ആണ്. ഉണ്ടോ? ഇതാണ്, ഇങ്ങനെയുള്ളതാണ് ഫൈബർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തിക്ക് വാൾഡ് ആണ്, നല്ല തിക്കായിട്ടുള്ള വാളുള്ളതാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അത് ഇലോങ്ങേറ്റഡ് ആണ്. ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് ഉണ്ടോ? നീളമല്ലേ, ഇലോങ്ങേറ്റഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇത് ജനറലി ഗ്രൂപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ജനറലി ഇത് ഗ്രൂപ്പ് ആയിട്ടാണ് കാണപ്പെടുക. അപ്പൊ ഫൈബേഴ്സ് ആർ തിക്ക് വാൾഡ്, പോയിന്റഡ് ആയിട്ടുള്ള സെല്ലാണ് അല്ലെ. കണ്ടോ, രണ്ട് ഇവിടെയും പോയിന്റഡ് ആയിട്ട്, അറ്റം കണ്ടോ കൂർത്തിട്ടിരിക്കുന്നത്, അതാണ് പോയിന്റഡ് സെൽ എന്ന് പറയാൻ കാരണം. അത് ഫൈബേഴ്സ് ആർ തിക്ക് വാൾഡ്, ഇലോങ്ങേറ്റഡ് ആണ്. ജനറലി അതെന്താണ്? പോയിന്റഡ് ആയിട്ടുള്ള സെല്ലാണ്, ഗ്രൂപ്പ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പല ഭാഗങ്ങളിലും, പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലും ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്ന തിക്ക് വാളായിട്ടുള്ള, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, പോയിന്റഡ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ടാപ്പ് എൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള, കൂർത്തിട്ടുള്ള അല്ലെ, കൂർത്തിട്ടുള്ള പോയിന്റഡ് ആണ്. കേട്ടോ, ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, പോയിന്റഡ് ആണ്, പോയിന്റഡ് ആയിട്ടാണ് ഉള്ളത്. ഫൈബേഴ്സ് എന്താന്ന് മനസ്സിലായി. ഇനി അടുത്തത് സ്ക്ലീറേറ്റ്സ്. എന്താണ് സ്ക്ലീറേറ്റ്സ്? സ്ക്ലീറേറ്റ്സ് എന്ന് പറയുന്നത് സ്പിറിക്കലോ ഓവലോ അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഷേപ്പുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പിറിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഓവൽ ആയിരിക്കാം. ഇതെല്ലാം പല പല ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ പാരൻഗൈമ പറഞ്ഞപ്പോഴും സ്പിറിക്കൽ, പോളിഗ്നൽ, ഓവൽ, ഇലോങ്ങേറ്റഡ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ കോളൻഗൈമ പറഞ്ഞപ്പോഴും പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതൊന്നും അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. ശരിക്കും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ, അതിൽ നിന്നുള്ളൊരു അതിനെ ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെക്യുലാരിറ്റി എന്ന് പറയും, സവിശേഷത, അല്ലെ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ, അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒരു പോയിന്റിന് വേണമെങ്കിൽ എഴുതാമെന്നുള്ളൂ. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. ഇത് ഷേപ്പ് എന്ന് പറയുന്നതാണ്, ജസ്റ്റ് ഒരു ഷേപ്പിനെ പറ്റി പറയുന്നതാണ്. സ്പിറിക്കൽ ആവാം, ഓവൽ ആവാം, ചിലപ്പോൾ സിലിണ്ടറിക്കൽ ആവാം എന്നുള്ളത്. അതിന്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ്. ഓക്കെ, വളരെ നാരോ ക്യാവിറ്റി, അതായത് ല്യൂമൻ എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എന്തിലാ പറഞ്ഞിരുന്നത്, ല്യൂമൻ വളരെ ചെറുതാണെന്ന്. കോളൻഗൈമില് നമ്മൾ പറഞ്ഞില്ലേ, ല്യൂമൻ വളരെ കുഞ്ഞു ല്യൂമൻ ആണ് അതിലുള്ളത്. അതായത് ക്യാവിറ്റികൾ എന്താണ്, വളരെയധികം ചെറിയ ചെറിയ ക്യാവിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നോക്കാം. കോമൺലി ഫൗണ്ട് ഇൻ ദ ഫ്രൂട്ട് വാൾ ഓഫ് നട്ട്സ്. നട്ട്സിന്റെ ഒക്കെ ഫ്രൂട്ട് വാളില് കാണും. അതേപോലെ ഗോവ, പേരയ്ക്ക, അല്ലെ പിയറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഫ്രൂട്ട് പിയർ അറിയാം. സപ്പോട്ട എന്നൊക്കെ പറയുന്നത്, സപ്പോട്ടയിലൊക്കെ ഒരു തരിതരിപ്പൊക്കെ കാണുന്നില്ലേ, അതൊക്കെ എന്താ, സ്ക്ലിറിറ്റ്സ് ആണ്. അപ്പോൾ സപ്പോട്ട, പിയർ, ഗോവ, ഇതിലും അതുപോലെ നട്ട്സിന്റെ ഫ്രൂട്ട് വാളിലും ലെഗ്യൂംസിന്റെ സീഡ് കോൺ. ലെഗ്യൂംസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ, പീ പ്ലാന്റ് ഒക്കെ, അതൊക്കെ വരുന്നതാണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ ധാന്യങ്ങൾ ഉള്ള അതിന്റെയുള്ള ആ ഒരു ഫാമിലിനെയാണ് നമ്മൾ പറയുക ലെഗ്യൂംസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാം സീഡ് കോട്ടില് കാണാൻ പറ്റും. അതുപോലെ ചായന്റെ ഇലയിൽ ലീവ്സ് ഓഫ് ടീയിലും നമുക്ക് സ്ക്ലിയറേറ്റ്സ് കാണാൻ പറ്റും. അപ്പോ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്തിനെയാണ് തരംതിരിച്ചിരിക്കുന്നത്, സ്ക്ലിയറൻഗൈമ ഈസ് ഡിവൈഡഡ് ഇൻടു, രണ്ട് ടൈപ്പിൽ നമുക്ക് ഡിവിഷൻ പറയാം, ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറേറ്റ്സ്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്. പാരൻഗൈമ, സ്ക്ലിയറൻഗൈമ, കോളൻഗൈമ എന്ന് പറയുന്ന 3 സിമ്പിൾ ടിഷ്യൂസ്. ഇതെല്ലാം ഒരു ഡിവിഷൻ ആയിട്ടാണുള്ളത് അല്ലെ. ഇപ്പൊ ഓരോന്നും അപ്പൊ അതിന്റെ ഡിവിഷൻ, അതിന്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലും അങ്ങനെ നോക്കട്ടെ, കാണിച്ചു തരാം അതിന്റെ ഒരു ചാർട്ട്. അത് മൊത്തമായിട്ട് ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് ആ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അതായത് നമ്മൾ ഡിവിഷൻ എന്തൊക്കെയാന്നുള്ളത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, പൊസിഷൻ വെച്ചിട്ടും ഒറിജിൻ വെച്ചിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. അതാണ് പൊസിഷൻ വെച്ച് ഡിവൈഡ് ചെയ്തത് ഇന്റർകാലറി, ലാറ്ററൽ, എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞു. ഒറിജിൻ വെച്ചിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെരിസ്റ്റംസ് നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നത്. ആ പെർമനന്റ് ടിഷ്യൂസ് ആണ് രണ്ടായിട്ട് തരംതിരിച്ചത്, സിമ്പിൾ ടിഷ്യൂസും അതേപോലെ കോംപ്ലക്സ് ടിഷ്യൂസും. അതിൽ സിമ്പിൾ ടിഷ്യൂസിലാണ് എന്ത് വന്നിരിക്കുന്നത്, പാരൻഗൈമ, കോളൻഗൈമ, സ്ക്ലിയറൻഗൈമ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. ഇനി കോംപ്ലക്സ് ടിഷ്യൂസ് നമ്മൾ പഠിക്കും. അവിടെ എന്താ പഠിക്കുന്നത് അറിയോ, സൈലം ആൻഡ് ഫ്ലോയം ആണ് കോംപ്ലക്സ് ടിഷ്യൂസിൽ പഠിക്കുന്നത്. അത് വലിയൊരു ഭാഗമാണ്, കുറച്ച് അത്യാവശ്യം അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ടിഷ്യൂസിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ അത് ഉണ്ടാക്കണം എല്ലാം കൂടിയിട്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 2 രീതിയിലാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതൊരു ഫ്ലോ ചാർട്ട് പോലെ, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഒരു റെപ്രസെന്റേഷൻ പോലെ, ഒരു മൈൻഡ് മാപ്പ് പോലെ, അങ്ങനെ പറയാം. ഒരു മൈൻഡ് മാപ്പ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോരോ ടോപ്പിക്കും, അല്ലെങ്കിൽ ഓരോരോ അത് എന്താണ് എന്നുള്ളത് അതിനുശേഷം പഠിക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് അതിന്റെ ഇതെന്ന് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ സിമ്പിൾ ടിഷ്യൂസ് അല്ലെങ്കിൽ പാരൻഗൈമ, കോളൻഗൈമ എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഏതൊക്കെയാണ് സിമ്പിൾ ടിഷ്യൂസ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ടിഷ്യൂസ് എന്ന് അറിയുന്നുണ്ടാവും. ഓൺലി 1 ടൈപ്പ് ഓഫ് സെൽ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ എന്താണ് അതിലുള്ള സിമ്പിൾ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക. എപ്പോഴും പഠിക്കുന്ന സമയത്ത്
അത് കൃത്യമായിട്ട് അത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പൊ സിമ്പിൾ ടിഷ്യൂസിന്റെ ഉള്ളിലാണ് പാരൻകൈമയും കോളൻകൈമയും സ്ക്ലിയറൻകൈമയും വരുന്നത് എന്ന് മനസ്സിലാക്കുക. സ്ക്ലിയറൻകൈമ 2 ടൈപ്പ് ഉണ്ട്. ഫൈബേഴ്സ് ആൻഡ് സ്ക്ലീറിഡ്സ് ആണ്. അത് 2 എണ്ണമാണ്. ഫൈബേഴ്സ് എന്താണ്, സ്ക്ലീറിഡ്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്ലീറിഡ്സിന്റെ എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം. അത് വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് തുടങ്ങി വെക്കാം. കോംപ്ലക്സ് ടിഷ്യൂസ് ഇതെന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത് എടുത്ത് തീരില്ല, കാരണം ഇത് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ കോംപ്ലക്സ് ടിഷ്യൂസ് എന്താണെന്നൊന്ന് പറയാം. ഓക്കെ, കോംപ്ലക്സ് ടിഷ്യൂസ് എന്താണെന്ന് പറയാം. എന്ന് വെച്ചാണെങ്കിൽ സൈലോം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് ഒന്ന് പറയാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത് are made of more than one type of cells and these work together as a unit. എന്താണ് നമ്മൾ സിമ്പിൾ ടിഷ്യൂസിൽ എന്താണ് പറഞ്ഞത്? ഒരു ടൈപ്പ് സെല്ല് മാത്രമാണെങ്കിൽ അത് സിമ്പിൾ ടിഷ്യൂസ് ആണ്. എങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. അതെല്ലാം ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ സൈലത്തില് 4 ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്. ഓക്കെ, നമ്മളത് പഠിക്കും. 4 ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സൈലത്തിൽ നോക്കിയോ, ട്രക്കീഡ്, വെസല്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ എന്ന് പറഞ്ഞിട്ടാണ് ഇതിലുള്ളത്. അപ്പൊ 4 ടൈപ്പ് ഇല്ലേ സെല്ലുകള്? ഒരു ടൈപ്പ് അല്ലല്ലോ സെല്ലുകൾ. പാരൻകൈമ എന്ന് പറയുന്നത് പാരൻകൈമ മാത്രമാണ്. സിമ്പിൾ ടിഷ്യൂസ് ആണ്. അതിൽ പാരൻകൈമ മാത്രമേ ഉള്ളൂ. അതിൽ ബാക്കി വേറെ ഒന്നുമില്ല. കോളൻകൈമ എന്ന് പറയുമ്പോൾ കോളൻകൈമ മാത്രമേ ഉള്ളൂ. സ്ക്ലിയറൻകൈമയിൽ അതുപോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസമായിട്ടുള്ള എന്താണ്? ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉള്ളത് എവിടെയാണ്? സൈലം ഫ്ലോയത്തിലൊക്കെയാണ്. സൈലത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെസലും ട്രക്കീഡുകളും സൈലം പാരൻകൈമയും അതേപോലെ തന്നെ സൈലം ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ അല്ലെ, അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽ ആൻഡ് ദീസ് വർക്ക് ടുഗദർ ആസ് എ യൂണിറ്റ്. സൈലവും ഫ്ലോയുമാണ് കോംപ്ലക്സ് ടിഷ്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് സൈലം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. സൈലം പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സൈലം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് മിനറൽസിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടാണ്. വെള്ളവും അതുപോലെ മിനറൽസും എല്ലാം എന്താണ് റൂട്ടിൽ നിന്ന് വലിച്ചെടുത്ത് അതെല്ലാം സ്റ്റെമ്പിലൂടെ പോയി സ്റ്റെമ്മിൽ നിന്നും എല്ലാ ബ്രാഞ്ചസിലേക്ക് എത്തി അവിടെ നിന്ന് ലീവ്സിലേക്കൊക്കെ എത്തി എല്ലാവിടേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഒക്കെ പോലെ അല്ലെ, എന്താണ് മൊത്തം വെള്ളവും മിനറൽസും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ് സൈലം എന്ന് പറയുന്നത്. സൈലവും മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് മൂന്നവിടെ ഇപ്പൊ മെക്കാനിക്കൽ സ്ട്രെങ്ത് പഠിക്കുന്നു. കോളൻകൈമയും മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സ്ക്ലിയറൻകൈമ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് സൈലും എന്താണ്? മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് പ്ലാന്റ് പാർട്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 4 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. നമ്മളിപ്പോ സൈലം അതുകൊണ്ടാണ് കോംപ്ലക്സ് ടിഷ്യൂ ആയിരിക്കുന്നത്. 4 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലമെന്റുകൾ അല്ലെങ്കിൽ അതുണ്ട്. അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുകളാണ് അതിലുള്ളത്. അതായത് ട്രക്കീഡ്സ് ഉണ്ട്, വെസലുകൾ ഉണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്, സൈലം പാരൻകൈമ ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് എലമെന്റുകൾ അതിലുണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് പഠിക്കണം. എന്താണ് ട്രക്കീഡുകള്, എന്താണ് വെസല്, എന്താണ് സൈലം ഫൈബേഴ്സ്, എന്താണ് സൈലം പാരൻകൈമ, ഈ 4ഉം എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ സെൽവാളിന്റെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇനി വരും ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആർ ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എലമെന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ട്രക്കീഡുകളും വെസൽസും ആണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, അത് അത്രേ ഉള്ളൂ പോയിന്റ്. അതിന് പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ട്രക്കീഡുകളും വെസലുകളും ആണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ. അത് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സൈലം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഇത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ട്രക്കീഡുകൾ ഉണ്ട്, പിന്നെ വെസലുണ്ട്. ഞാൻ ഇതിന്റെ കുറച്ചും കൂടി നല്ലൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അത് ആ പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം എല്ലാം നമ്മൾ പഠിച്ചതൊക്കെ. നമ്മൾ പെർമനന്റ് ടിഷ്യൂസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
പെർമനന്റ് ടിഷ്യൂസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോർമലി അത് ഡിവൈഡ് ഡിവിഷൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് അത് മാറിയിട്ടുണ്ട്, ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞു, പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞത്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സെല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പിന്നെ പാരൻകൈമിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലോസ്ലി പാക്ഡ് ആണ്, അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രിയൽ സ്പേസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. അതുപോലെ സെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. പിന്നെ കോളൻകൈമയും അതുപോലെ അതിന്റെ പ്രത്യേകതയായിട്ട് നോക്കാൻ പറഞ്ഞ എന്താണ്, ക്ലോറോപ്ലാസ്റ്റുകളൊക്കെ ഉണ്ട്, അതിന്റെ സെല്ലുകൾ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് എന്നുള്ളതും, മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോർണേഴ്സിൽ തിക്കനിങ് ഉണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോളൻകൈമിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അത്രയേ ഉള്ളൂ. ഇത്ര പഠിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് സ്ക്ലിയറൻകൈമയാണ്. സ്ക്ലിയറൻകൈമയില് ഡെഡ് സെല്ലുകളാണ് അല്ലെ, ഡെഡ് ആയിട്ടുള്ള സെല്ലാണ് സ്ക്ലിയറൻകൈമ എന്നുള്ളത്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെഡ് സെല്ലാണ് സ്ക്ലിയറൻകൈമ എന്ന് പറയുന്നത്. നാരോ ആയിട്ടുള്ള ല്യൂമൻ ആണ് ഇതിലുണ്ടാവുക. നാരോ ല്യൂമൻ ആണ്. മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, ഫൈബേഴ്സും അതുപോലെ തന്നെ സ്ക്ലീറേറ്റ്സും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, ഫൈബേഴ്സ് എങ്ങനെയാണ്, അതിന്റെ സവിശേഷത എന്താണ്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് പറഞ്ഞു. തിക്ക് വാൾഡ് ആണ്, അത് ഇലോങ്ങേറ്റഡ് ആണ്, പോയിന്റഡ് ആണ്, ഗ്രൂപ്പിലായിട്ട് കാണപ്പെടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്ക്ലീറിറ്റ്സ് എന്ന് പറയുന്നത് നട്ടിന്റെയൊക്കെ ഫ്രൂട്ട് വാളില്, അല്ലെങ്കിൽ ഗോവ, പിയർ, സപ്പോട്ട എന്നൊക്കെ പറയുന്നതിന്റെയൊക്കെ പൾപ്പില്, അതുപോലെ ചായന്റെയൊക്കെ ഇലയിലും, അതുപോലെ ലെഗ്യൂംസിന്റെ ഒക്കെ സീഡ് കോട്ടിലും അതിലൊക്കെയാണ് ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ വരുന്നതാണ് ലെഗ്യൂം എന്ന് പറയുന്ന ഫാമിലി. ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഓക്കെ, പയറ് എന്നൊക്കെ പറയുന്നത്, പീ പ്ലാന്റ്, ഇതൊക്കെ വരുന്നതൊക്കെ ലെഗ്യൂമാണ്. അപ്പൊ അതിന്റെയൊക്കെ എന്താണ് സീഡ് കോട്ടിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഓരോരോ ടേം പറഞ്ഞതിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ ടേം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയും, കുറെയൊക്കെ അറിയാം. ഓക്കെ, പൾപ്പ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സീഡ് കോട്ട് എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആയിരിക്കും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് കഴിഞ്ഞിട്ടാണല്ലോ അനാട്ടമി വരുന്നത്. അപ്പൊ കുറെ ടേമുകളും മറ്റുമൊക്കെ അതിൽ പരിചയപ്പെട്ടിട്ടാണ് ഇതിൽ വരിക. അപ്പൊ ഇത് കൂടി വായിക്കുമ്പോൾ ഒന്നും കൂടി അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോ സ്ക്ലീറേറ്റ്സ് കഴിഞ്ഞു. നമ്മളിനി കോംപ്ലക്സ് ടിഷ്യൂസ് പറഞ്ഞു. ഒരു ടൈപ്പ് സെല്ലിനെക്കാളും കൂടുതലായിട്ട് അതിലുണ്ട്, അതൊരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സൈലം, ഫ്ലോയം പറഞ്ഞു. അതിൽ ട്രക്കീഡ് ഉണ്ട്, വെസൽ ഉണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്, സൈലം പാരൻകൈമ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ട്രക്കീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രക്കീഡ്സ് ജസ്റ്റ് ഞാൻ ട്രക്കീഡ്സ് ഒരു വെസലും കൂടി ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ട്രക്കീഡ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള, ഇതിൽ പിക്ചർ അത്ര ക്ലിയർ അല്ല. ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. നമ്മൾ സ്ക്ലിയറൻകൈമയില് ഫൈബേഴ്സ് പറഞ്ഞല്ലോ എന്താണ് ഇലോങ്ങേറ്റഡ് എന്നുള്ളത്. ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ഇതുണ്ടോ ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് എന്നുള്ള നീളമുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലോങ്ങേറ്റഡ് ആണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. ഇലോങ്ങേറ്റഡ് ആണ്, ഡെഡ് ആണ്, ജീവനില്ല. ആൻഡ് ആർ വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവനില്ല. നമുക്കറിയാം പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്? ഒരു സെല്ലുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിന് പുറത്ത് മൊത്തം സൈറ്റോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. പക്ഷെ ന്യൂക്ലിയസും കൂടിയുള്ള ഭാഗം ആണെങ്കിൽ ഇതിനെ മൊത്തം നമ്മൾ പറയുന്നതാണ് ഈ ന്യൂക്ലിയസും പ്ലസ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനെയും കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും കൂടി പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന പേര്.
അപ്പോ ഡെഡ് ആണ്, അതിന് പ്രോട്ടോപ്ലാസം ഇല്ല. ഡെഡ് ആൻഡ് ആർ വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. The inner layers of the cell wall have thickening which vary in form. സെൽ വാളിന്റെ ഇന്നർ ലെയേഴ്സിന് തിക്കനിങ് ഉണ്ടാവും. സെൽ വാളിന്റെ ഉള്ളിൽ ഇന്നർ ലെയറിൽ എന്താണ് തിക്കനിങ് ഉണ്ടാവും. അത് വ്യത്യസ്തമായിരിക്കും ഓരോന്നിലും. അതെന്താണ് വെസൽ ഓരോന്നിലും നമ്മളിപ്പോ പറഞ്ഞില്ലേ ഡൈക്കോട്ട് മോണോക്കോട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലൊക്കെ എന്താണ് അതിൽ ഓരോന്നിലും വ്യത്യസ്ത തരമായിട്ടാണ് അത് വേരി ചെയ്യാം. തിക്കനിങ് ഒക്കെ എന്ത് ചെയ്യാം, വേരി ചെയ്ത് ഇരിക്കാം. സെൽവാളിന്റെ ഇന്നർ ലെയറിലുള്ള തിക്കനിങ്. ജിംനോസ്പേമിലാണ് ട്രക്കീഡുകൾ കൂടുതലായി കാണപ്പെടുക. നിങ്ങൾ ഡിവിഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജിംനോസ്പേം, ടെറിഡോഫൈറ്റ്, ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പോം, ആൻജിയോസ്പോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ജിംനോസ്പോം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. പ്രീഡോമിനന്റ് ജിംനോസ്പോം, പൈൻസ്, സൈക്കസ് എന്നൊക്കെ പറയുന്നതൊക്കെ വരുന്നത് ഈ ജിംനോസ്പോമിലാണ്. ഓക്കെ, ഇപ്പൊ ജിംനോസ്പോമില് ഇത് വളരെയധികം എന്താണ് പ്രൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീഡൊമിനന്റ് ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ട്രക്കീഡുകൾ. ഓക്കെ, അതാണ് ട്രക്കീഡ്സ് എന്ന് പറയുന്നത്. അതാണ്. ഇനി വെസൽ. വെസൽ എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന രണ്ടാമത്തെ പിക്ചറാണ് വെസൽ. വെസൽ എന്ന് പറയുന്നത് ഇതാണ് വെസൽ. കണ്ടോ, ഇങ്ങനത്തെ ഷേപ്പിലാണ് ഉള്ളത്. സിലിണ്ടർ പോലെയല്ലേ ഇരിക്കുന്നത്, ട്യൂബ് പോലെ അല്ലെ. സിലിണ്ടർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇതിൽ വെസൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ, കുറേ സെല്ലുകൾ ഉണ്ട്. വെസൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന കുറേ സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ട്യൂബാണ് ഇത്, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആണ് ഇത്. സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഈച്ച് വിത്ത് lignified wall and a large central cavity. ഇതിന് സെൻട്രൽ ക്യാവിറ്റി എന്താ, വലിയതായിട്ടൊരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. കാരണം ഇത് സിലിണ്ടറിക്കൽ ആണ്, ട്യൂബ് പോലെയാണ്. അപ്പൊ അതിന് വലിയൊരു ക്യാവിറ്റി ഉണ്ടാവില്ലേ, അതിന് വലിയൊരു സ്പേസ് ഉണ്ടാവും, ഒരു സെൻട്രൽ ക്യാവിറ്റി അതിന് ഉണ്ടാവും. ഓക്കെ, സെൻട്രൽ ക്യാവിറ്റി അതിനുണ്ട്. നിങ്ങൾക്ക് അതിന് ഷേപ്പ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചേ ഉള്ളൂ. ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് കുറെ സെല്ലായിട്ടുള്ള വെസൽ മെമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓരോന്നും ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വാൾസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാൾസ് ആണ് അതിനുള്ളത്. ഒരു വലിയ സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. വെസൽ സെല്ലുകളിൽ എന്തില്ല, പ്രോട്ടോപ്ലാസം ഇല്ല. വെസൽ സെല്ലുകളിൽ പ്രോട്ടോപ്ലാസം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ട്രക്കീഡുകളിലും പ്രോട്ടോപ്ലാസം ഉണ്ടായിരുന്നില്ല. വെസലിലും എന്തില്ല, വെസൽ സെല്ലുകളിലും പ്രോട്ടോപ്ലാസം ഇല്ല. വെസൽ മെമ്പേഴ്സ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ പെർഫറേഷൻസ് ഇൻ ദെയർ കോമൺ വാൾ. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടകളാണ്. അരിപ്പിലെ ഓട്ടകളില്ലേ, നമ്മൾ പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അരിപ്പ ആലോചിച്ചാൽ മതി നിങ്ങൾ. പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു 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 ഹോളുകൾ. ഇപ്പൊ വെസൽ മെമ്പറുകൾ എല്ലാം ഇന്റർകണക്റ്റഡ്, അതായത് വെസൽ മെമ്പേഴ്സ് കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊരു ഇന്റർ കണക്ഷൻ വേണ്ടേ, അവർ തമ്മിൽ ഒരു കണക്ഷൻ വേണമല്ലോ. ആ കണക്ഷൻ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങളുണ്ട്, പെർഫറേഷൻസ് ഉണ്ട്. അവന്റെ കോമൺ ആയിട്ടുള്ള വാൾസിൽ, അവരുടെ കോമൺ വാൾസിൽ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ കുറെ വാളിൽ എന്തുണ്ട്, കുറെ അധികം ഓട്ടകൾ കാണാൻ പറ്റില്ല. കണ്ടോ, കുറെ ഓട്ടയില്ലേ, ഇങ്ങനെ കുറെ ഓട്ടകളുണ്ട്. കോമൺ വാളിൽ ഓട്ടകളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെയാണ് അവർ പരസ്പരം എന്ത് ചെയ്യുന്നത്, കണക്ഷൻ, അവർ തമ്മിലുള്ള കണക്ഷൻ വരുന്നത് അങ്ങനെ കുറെ അധികം പെർഫറേഷൻസ് കൊണ്ടാണ്. The presence of vessel is a characteristic feature of angiosperm. ആൻജിയോസ്പേമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ആണ് ഈ വെസൽ ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ഈ വെസൽ ഉള്ളത് എവിടെയാണ്, ആൻജിയോസ്പേമിലാണ്. ഇത് തന്നെ നമ്മൾ ഇതിൽ എന്ത് പറഞ്ഞു, ട്രക്കീഡ്സ് പറഞ്ഞപ്പോ ജിംനോസ്പേമിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ട്രക്കീഡ്സ് ജിംനോസ്പേമിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആൻജിയോസ്പേമിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്, വെസലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക.
അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഒന്ന് നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഒരു അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം. അല്ലെ, ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇത് രണ്ടിനും. വെസൽ എന്ന് പറയുന്നത്, അതായത് ട്രക്കീറ്റ്സ് ഏറ്റവും കൂടുതൽ ജിംനോസ്പേമിൽ കാണപ്പെടുന്നു എങ്കിൽ വെസൽ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ആൻജിയോസ്പേമിന്റെ. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. സൈലം എന്താന്ന് പറഞ്ഞു, അതിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള എലമെന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രക്കീറ്റ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ എന്ന് പറയുന്നത് അത്ര ഇല്ല. ഇതും കൂടി ജസ്റ്റ് ഒന്ന് പറയാല്ലേ, എന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അത് കുറച്ചേ ഉള്ളൂ. സൈലം ഫൈബേഴ്സിന് എന്താണ്, തിക്കായിട്ടുള്ള വാളാണ്. ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻ. അപ്പൊ എന്താണ് ഈ ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സൈലം ഫൈബേഴ്സിന് ഇതാണ് സൈലം ഫൈബർ എന്ന് വിചാരിക്കാം. നല്ല വാള് ഭയങ്കര തിക്കനിങ് ആണ്. ഇങ്ങനെ തിക്കായി 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 ഇതിന്റെ ലൂമൻ എന്തായി? ലൂമൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള ഇതിന്റെ ഈ ഭാഗം, ഇതാണ് ലൂമൻ. അതായത് ഈ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പ് ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയിലായി. ഒബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോണ പോലെ. ഈ വാള് ഇങ്ങനെ തിക്കായി തിക്കായി വന്ന് കുറെ ഡെപ്പോസിഷൻ, നമ്മളിപ്പോ സെല്ലുലോസിന്റെ കാര്യം പറഞ്ഞു, പെക്റ്റിൻ പറഞ്ഞു, ഇതിലുണ്ട് നമ്മൾ പറയും. അപ്പോ അങ്ങനെയുള്ള കുറെ ഇതിന്റെ സെല്ലുലോസിന്റെയും മറ്റിന്റെയൊക്കെ ഡെപ്പോസിഷൻ കൊണ്ട് ഈ സൈലം ഫൈബേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം തിക്കനായിട്ടുണ്ട്. അപ്പൊ ഈ തിക്കനായി വരുന്ന സമയത്ത് അതിന്റെ സെൻട്രൽ ക്യാവിറ്റി അല്ലെങ്കിൽ ലൂമൺ എന്ന് പറയുന്നത് എന്താണ്, അത് ഒബ്ലിറ്ററേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ അത് ചെറുതായി വരുന്നു എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് അത്രയേ ഉള്ളൂ. വലിയൊരു സെന്റൻസ് ഒക്കെ, ഒരു വലിയൊരു വേർഡ് ഒക്കെ തന്നിട്ട് നമ്മളെ ഭയങ്കര പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഒബ്ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വരണ്ടു പോകും, ഇതെന്താ ഒബ്ലിറ്ററേറ്റ് എന്നുള്ളത്. ആ ഒരൊറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ലൂമൺ എന്താന്ന് മനസ്സിലാവും. പക്ഷെ ഒബ്ലിറ്ററേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ ടെൻഷൻ ആവും. എന്താണ് ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. അതൊരു തിക്കനിങ് ഉണ്ട്. തിക്കനിങ് കൂടി വരുമ്പോൾ അതിന്റെ ഇടയിൽ സെൻട്രൽ ആയിട്ടുള്ള ലൂമൻ എന്തായി, ചെറുതായി വന്ന് അത് കാണാത്ത വിധത്തിലുള്ള രീതിയിൽ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് സൈലം ഫൈബേഴ്സിൽ പറയുന്നത്. അത് ചിലപ്പോൾ സെപ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിരിക്കാം. അപ്പൊ അടുത്ത സംഭവം എന്താണ് സെപ്റ്റേറ്റ്, എന്താണ് അസെപ്റ്റേറ്റ്? ഇപ്പൊ ഇതാണ് ഒരു ഫൈബർ എന്ന് ഇത് വിചാരിക്കുക, സൈലം ഫൈബർ ആണിതെന്ന് വിചാരിക്കുക. ഇതിൽ കുറെ ഇങ്ങനെ കുറെ ഇതില് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവല്ലോ, ന്യൂക്ലിയസും അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ഒരു പാർട്ടീഷനും ഇല്ല. വെറുതെ ഇങ്ങനെ നിൽക്കാണ്, വെറുതെയുള്ള ഇങ്ങനെ സൈലം ഫൈബേഴ്സിൽ ഒരു പാർട്ടീഷനും ഇതിന്റെ ഇടയിലില്ല. അത് ഫ്രീ ആണ്. ഇതിലെ എല്ലാ പാർട്ടിക്കിൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും എല്ലാം ഫ്രീ ആണ്. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പാർട്ടീഷൻ വരും. ഉണ്ടോ, ഇങ്ങനെ ഇതിന്റെ ഇടയിൽ പാർട്ടീഷൻ വരും. വേറെ കളർ വെച്ച് കാണിക്കാം. ഇങ്ങനെ പാർട്ടീഷൻ വരും. ഇങ്ങനെ പാർട്ടീഷൻ വരുന്ന സമയത്ത് അതൊരു തടസ്സമാണല്ലോ അല്ലെ. അതാണ് സെപ്റ്റേറ്റ് എന്ന് പറയുന്നത്. പാർട്ടീഷൻ ആണ് സെപ്റ്റേറ്റ്. അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിരിക്കും. എന്താണ്, പാർട്ടീഷൻ ഇല്ലാത്തൊരു ഇത് വരും, പാർട്ടീഷൻ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ സെപ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, സൈലം ഫൈബേഴ്സ് എന്താണെന്ന് മനസ്സിലായി. തിക്കൻ ആയിട്ടുള്ള വാളാണ്. സെൻട്രൽ ലൂമൻ ചെറുതായി വരും. അതാണ് ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻ. അത് സെപ്റ്റേറ്റോ അസെപ്റ്റേറ്റോ ആയിരിക്കാം. ഇനി സൈലം പാരൻകൈമ എന്ന് പറയുന്നത് എന്താണ്, അത് ലീവിങ് ആണ്. സൈലം പാരൻകൈമ എന്ന് പറയുന്നത് ലീവിങ് ആണ്. തിൻ വാൾഡ് ആണ്. അതിന്റെ സെൽവാളുകൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യും. എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർച്ച് ആയിട്ട്, അല്ലെങ്കിൽ ഫാറ്റിന്റെ ഫോമില്, അല്ലെങ്കിൽ ടാനിൻസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലുള്ള സബ്സ്റ്റൻസിന്റെ ഫോമിലൊക്കെ ഫുഡ് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ബൈ റേറ്റ് പാരൻകൈമാറ്റസ് സെൽ. റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഹൊറിസോണ്ടൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഹൊറിസോണ്ടൽ ആയിട്ട് വാട്ടർ കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ ഹൊറിസോണ്ടലി വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നത്
റേ പാരൻകൈമാറ്റ സെല്ല് വഴിയാണ്. ഇനി റേ പാരൻകൈമാറ്റ സെല്ല് എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ലേ. റേ പാരൻകൈമാറ്റ സെല്ല് ഒരു വാസ്കുലർ ബണ്ടിലിന്റെ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന കാമ്പിയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ കുറച്ച് കൂടി കഴിയുമ്പോൾ പഠിക്കും. ആ കാമ്പിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും റേ പാരൻകൈമാറ്റ സെല്ല് ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ റേ പാരൻകൈമാറ്റ സെല്ല് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? റേ പാരൻകൈമാറ്റ സെല്ല് വഴിയാണ് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ബൈ റേ പാരൻകൈമാറ്റസ് സെൽ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചതെല്ലാം അതൊരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്നിട്ട് അത് ഓരോന്നും എന്താണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ നിർത്താണ് ക്ലാസ്. താങ്ക് യു.